അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജമാഅത്ത് നിസ്കാരത്തിന് വലിയ പവിത്രതയുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ദറജ ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണല്ലോ ജമാഅത്ത് നിസ്കാരം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിസ്കാരത്തിന് വരുന്ന പള്ളിയിലേക്കൊക്കെ പ്രത്യേകിച്ച് വരുന്ന പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഇമാമിൻ്റെ തക്ബീറിനെ കൂടെ ജമാഅത്ത് ലഭിക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണെന്ന് ഓർക്കണം. 40 ദിവസം ഇത് പതിവാക്കിയാൽ നരകമോചനമുണ്ട് എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നേരത്തെ വരുന്ന ആളുകൾ തന്നെ പലപ്പോഴും സുന്നത്ത് നിസ്കാരം ലഭിക്കാൻ വേണ്ടി, അതായത് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ലഭിക്കാൻ വേണ്ടി നേരെ പള്ളിയിലേക്ക് കയറി വരും. അങ്ങനെ സുന്നത്ത് നിസ്കരിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇമാമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ കൂടെയുള്ള ഫളീലത്ത് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. വരുന്ന ആളുകൾ ഇഖാമത്തിൻ്റെ സമയം ശ്രദ്ധിക്കാതെ നേരെ നിസ്കരിക്കാൻ നിൽക്കും. ആ സുന്നത്ത് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിസ്കരിക്കുന്നത്. പക്ഷെ അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തക്ബീറത്തുൽ ഇഹ്റാം നഷ്ടപ്പെടുന്ന രൂപത്തിൽ ഒരാൾ സുന്നത്ത് നിസ്കരിക്കുക എന്നത് അത് കറാഹത്താണ് എന്ന് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈൻ രേഖപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അപ്പം അങ്ങനെ വരുന്ന ആളുകൾ, ഇഖാമത്ത് കൊടുക്കാൻ സമയത്ത് വരുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഇമാമിൻ്റെ കൂടെ, ഇമാമ് നിൽക്കാൻ ജമാഅത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുന്ന സമയമാണെങ്കിൽ ഇമാമിൻ്റെ കൂടെ ജമാഅത്ത് നിസ്കരിക്കാൻ ഒരല്പസമയം പ്രതീക്ഷിച്ച് നിൽക്കുക. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, ളുഹർ നിസ്കാരമാണെങ്കിലും അസ്ർ നിസ്കാരമാണെങ്കിലും അതൊക്കെ മുമ്പുള്ളത് ശേഷം നിസ്കരിച്ചാൽ അതുകൊണ്ട് അത് ഖളാ ആവുകയില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നേരെ സുന്നത്ത് നിസ്കരിക്കലല്ല, മറിച്ച് ഒരല്പം പ്രതീക്ഷിച്ച് ഇമാമ് ജമാഅത്തിലേക്ക് കടക്കുമ്പോൾ ഇമാമിൻ്റെ കൂടെ ജമാഅത്ത് നിസ്കരിക്കുകയും തക്ബീറത്തുൽ ഇഹ്റാം തന്നെ ഇമാമിൻ്റെ കൂടെ ലഭിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും പിന്നീട് നിയ്യത്ത് എന്ത് തന്നെ വെക്കണം. ഉദാഹരണം, ളുഹറിൻ്റെ മുമ്പുള്ള സുന്നത്താണെങ്കിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞ ശേഷം ളുഹറിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് എന്ന നിയ്യത്തോടു കൂടെ ശേഷം നിസ്കരിച്ചാലും മതി. അങ്ങനെ ആയാൽ സുന്നത്തും ലഭിച്ചു, കറാഹത്ത് ഒഴിവായി, ഇമാമിൻ്റെ കൂടെ പരിപൂർണമായ ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.